ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ മക്കളായ ഞങ്ങൾ തിരുമുൻപിലായിരുന്ന് വചനം ശ്രവിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ വചനം ഗ്രഹിക്കാനും ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ പരിമിതികൾ ഓ കർത്താവേ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായി അവിടുന്ന് വന്നെന്ന്, അവിടുന്ന് ജീവിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകൾ അവിടുന്ന് അകറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, യേശുവേ കർത്താവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ നന്മകൾ നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ സ്വീകാര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ മനുഷ്യരെ പോലെയല്ല നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ആരായിരിക്കുന്നുവെന്ന് നമുക്കുള്ള തിരിച്ചറിവ് നമ്മുടെ വിളി ജീവിക്കുന്നതിന് നമ്മെ ഏറെ സഹായിക്കും. ഔദ്യോഗിക ജീവിതങ്ങളിലായിരിക്കുന്ന ആളുകൾ
തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരാണ്. അത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടും വിവിധ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുണ്ട്. അവരുടെ ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിക്കുന്നു. ഓരോ സ്ഥാനവും അലങ്കരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സ്ഥാനത്തിൻ്റെ വില എന്താണ്, ശ്രേഷ്ഠത എന്താണ് എന്ന് അവർക്കറിയാം. ആ സ്ഥാനത്തിൻ്റെ വില, ശ്രേഷ്ഠത അവരെ കൊണ്ടുചെന്നാക്കുന്നത് ആ സ്ഥാനത്തിനനുസരിച്ച ഉത്തരവാദിത്വത്തിലേക്കാണ്. നാം ദൈവമക്കളാണെങ്കിൽ ദൈവമക്കൾക്കടുത്ത അവകാശങ്ങൾ നമുക്കുണ്ട്, ദൈവമക്കൾക്കടുത്ത കടമകൾ നമുക്കുണ്ട്. നാം ക്രൈസ്തവരാണെങ്കിൽ നാം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലീഹ കോറിന്തോസുകാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ 1 കോറിന്തോസ് 12:27 നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ക്രൈസ്തവരായ ആളുകൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അവകാശങ്ങളുണ്ട്, ഒപ്പം നമുക്ക് കടമകളുമുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി നമുക്ക് നയിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമക്കളെന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച്, ദൈവമക്കളെന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നമുക്കെപ്പോഴും തിരിച്ചറിവുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏറെ പേരും കുടുംബജീവിതം നയിക്കുന്നവരാണ്, മാതാപിതാക്കളാണ്. മാതാപിതാക്കളായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ കുടുംബത്തിൽ അവകാശങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വത്തിന് മേൽ അവകാശം നിങ്ങൾക്കുണ്ട്. ആ കുടുംബത്തിലെ മക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ അധികാരം നിങ്ങൾക്കുണ്ട്. അവരോരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അധികാരമുള്ളതുപോലെ തന്നെ കടമകളുമുണ്ട്. ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അന്യോന്യം അവർക്ക് കടമകളുണ്ട്, ഒപ്പം അവകാശങ്ങളുമുണ്ട്. മാതാപിതാക്കളെന്ന നിലയിൽ മക്കളുടെ മേൽ നിങ്ങൾക്ക് അവകാശമുണ്ട്, ഒപ്പം കടമകളുമുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ഉത്തമ കുടുംബജീവിതം നയിക്കാനുള്ള വിളി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്
ഗാർഹിക സഭയെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ സഭയുടെ ചെറു പതിപ്പാണ്. നാം ദൈവമക്കളായതുകൊണ്ടും ദൈവമക്കളാൽ രൂപീകരിക്കുന്ന കുടുംബത്തിലാണ് നാം എന്നതുകൊണ്ടും ദൈവം എങ്ങനെ ഒരു കുടുംബത്തെ നയിക്കുന്നുവോ അതുപോലെ നാം നയിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അവിടെ ഈ ഒരു ബന്ധത്തെ അവതരിപ്പിക്കാൻ ഭാര്യാഭർത്തൃ ബന്ധമാണ് പൗലോസ്ലീഹ എടുക്കുന്നത്. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ അവതരിപ്പിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവൻ. ഈ ഒരു വചനം പൗലോസ്ലീഹ ഭാര്യാഭർത്താക്കന്മാരോടാണ് പറയുന്നത്. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. എന്നിട്ട് പൗലോസ്ലീഹ തുടരുകയാണ്: ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നമുക്കൊന്നിച്ച് പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരരെ, നാം ചിന്തിച്ചു തുടങ്ങിയ വിഷയം ഇതായിരുന്നു: നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മെ അവിടുന്ന് ഓരോ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അവിടുന്ന് ഭരമേൽപ്പിക്കുമ്പോൾ എങ്ങനെയാണോ ദൈവം ഒരു കുടുംബത്തെ ഈ ഭൂമിയിൽ നയിക്കാൻ സാധ്യതയുള്ളത് അതുപോലെ നയിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നാം അങ്ങനെ നയിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളുടെ മക്കൾ ഭാവിയിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ പ്രവർത്തിക്കണം. ചില മക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പനും അമ്മയും ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ദൈവമാണ് നമ്മുടെ പിതാവെങ്കിൽ, നാം ദൈവമക്കളാണെങ്കിൽ, ദൈവം നമ്മിലൂടെ രൂപപ്പെടുത്തിയ കുടുംബത്തിന് നേതൃത്വം നാം കൊടുക്കുമ്പോൾ ദൈവം എങ്ങനെയായിരിക്കുമോ ഒരു കുടുംബത്തെ നയിക്കുന്നത് അതുപോലെ നയിക്കാൻ നമുക്കിടയാവണം. ദൈവം നയിച്ച ഒരു കുടുംബം ഉണ്ടോ? അങ്ങനെ നമുക്ക് ഏതാണ്ട് കാണാൻ പറ്റുന്നത്
നസ്രത്തിലെ കുടുംബമാണ്. കാരണം അവിടെ മാറി യൗസേപ്പും പരിശുദ്ധ അമ്മയും ബാലനായ അല്ലെ ഉണ്ണിയായ യേശുവാണ്. ആ കുടുംബത്തിനാണല്ലോ നമ്മൾ തിരുക്കുടുംബം എന്ന് പറയുന്നത്. ദൈവം നയിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ നമുക്ക് നയിക്കാൻ പറ്റണമെന്ന് പറയുമ്പോൾ ഒരു മാതൃക കാണാൻ ഏതാണ്ട് ഈ നസ്രത്തിലെ കുടുംബത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. നസ്രത്തിലെ കുടുംബത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ദമ്പതികളായ മറിയത്തിനും ഔസേപ്പിനും ഉത്തമ ദമ്പതികളായി ജീവിക്കാൻ പ്രേരക കാരണമായി. ഔസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും പ്രത്യേകത എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടുപേരുടെയും ജീവിതത്തിലെ ദൈവഹിതം പൂർത്തിയാക്കാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സമായി മാറുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിൻ്റെ അമ്മയാകാൻ വിളി ലഭിക്കുന്ന ഭാഗം നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം ആരംഭ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ ഗബ്രിയേൽ ദൂതൻ വഴി അമ്മയ്ക്ക് ഈ അറിയിപ്പ് ലഭിക്കുകയാണ്. വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. നോക്കിക്കേ, വലിയൊരു വിളി പരിശുദ്ധ അമ്മയ്ക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മയായി മാറണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. ആ ദൈവഹിതത്തിന് തടസ്സമായി ഔസേപ്പിതാവ് നിൽക്കുന്നില്ല. ഈ സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ ധ്യാനാത്മകമായി പോകുമ്പോൾ ഒരിടത്തും അമ്മ ഈ ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായി ഔസേപ്പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വാക്ക് പോലും ഉണ്ടാകുന്നില്ല, ഒരു നീക്കം പോലും ഉണ്ടാകുന്നില്ല. അതിന് പകരമായി ഔസേപ്പിതാവ് ഇതിനോട് സഹകരിക്കുകയാണ്. അത്തരത്തിൽ ഔസേപ്പിതാവ് സഹകരിക്കുമ്പോൾ ഔസേപ്പിതാവ് സഹനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും വഴിയിലൂടെ പോകേണ്ടി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈ ഉണ്ണിയേശു രൂപപ്പെടുന്ന ആ സമയം മുതൽ, അഥവാ ദൈവനിശ്ചയം പരിശുദ്ധ അമ്മയിൽ നിറവേറ്റപ്പെടാൻ ആരംഭിക്കുന്ന സമയം മുതൽ ഔസേപ്പിതാവ് അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നു. ഇതുവഴി നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ദൈവം ഉള്ള അല്ലെങ്കിൽ ദൈവം നയിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം തങ്ങളുടെ ജീവിതത്തിലെ ദൈവനിശ്ചയം നടപ്പാകാൻ സഹായിക്കും. പരിശുദ്ധ അമ്മയും മാറി യൗസേപ്പിന്റെ വഴിക്ക് തടസ്സമാകുന്നില്ല. ഇനി ഈ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും എന്താ ചെയ്യുന്നത്? ഒന്നിച്ച് യേശുവിൻ്റെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ അവര് തടസ്സമാകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് പരമാവധി പിന്തുണ കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവനിശ്ചയം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ യേശുവിൻ്റെ ജീവിതത്തിലെ ദൈവഹിതം
നിറവേറാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരു മനസ്സോടെ നിൽക്കുന്നു, ഒരു ശരീരത്തോടെ നിൽക്കുന്നു, ഒന്നിച്ച് നീങ്ങുക. യേശു തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. ഈ ബാലനായ യേശു ഈ തിരുനാളിൻ്റെ അവസരത്തിൽ ഇവരുടെ കൈവിട്ടു പോകുന്ന അവസരമുണ്ടല്ലോ, അന്നേരം പരിശുദ്ധ അമ്മ അവരോട്, യേശുവിനോട് എന്നാ പറയുന്നത്? മോനെ, നീ എവിടെ ആയിരുന്നു? ഞാനും നിന്റെ പിതാവും നിന്നെ തിരയുകയായിരുന്നു. അപ്പൊ കർത്താവ് എന്താണ് മറുപടി പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ തിരക്കിയത്? എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികളിൽ ഞാൻ വ്യാപരിക്കേണ്ടവനല്ലേ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാ ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജീവിതത്തില് ദൈവനിശ്ചയം നടപ്പിലാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയും മാർ യൗസേപ്പും പൂർണ്ണമായി സഹകരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ കുടുംബത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരരെ, ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത ഇതാണ്: നാം ദൈവമക്കളായതുകൊണ്ട് നമ്മിലൂടെ ദൈവം ഈ ഭൂമിയിൽ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ദൈവം വാസമുറപ്പിച്ച് ആ കുടുംബത്തെ എങ്ങനെ നയിക്കുന്നുവോ അതുപോലെ നയിക്കാൻ പറ്റണം. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ആ കുടുംബം അന്യോന്യം, ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അന്യോന്യം ദൈവഹിതം നടപ്പിലാക്കാൻ വേണ്ടി പരസ്പരം സഹകരിക്കണം. ഒപ്പം അതിന് തടസ്സമായി നിൽക്കരുത്. നിങ്ങൾ വിവിധ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ആയിട്ടായിരിക്കാം ഇവിടെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താകാതെ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവഹിതത്തിന് മറുതലിക്കുന്നതും നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ദൈവഹിതത്തിന് നാം തടസ്സം നിൽക്കുമ്പോഴുമാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ പരിശുദ്ധ അമ്മയും മാർ യൗസേപ്പ് പിതാവും യേശുവിൻ്റെ ജീവിതത്തിലെ ദൈവഹിതത്തിന് പിന്തുണ നൽകിയപ്പോൾ, യേശുവിൻ്റെ ജീവിതത്തിലെ ദൈവനിശ്ചയത്തിന് തടസ്സം നിൽക്കാതെ നിന്നപ്പോൾ അനേക വർഷങ്ങളുടെ ജനത്തിൻ്റെ പ്രാർത്ഥന യേശുവിലൂടെ യാഥാർത്ഥ്യമായി. നമുക്കറിയാം, ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. ആ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ജനതയുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അവരുടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താ? തങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം അവതാരം ചെയ്യുമെന്നുള്ള ആ പ്രതീക്ഷ. അപ്പോൾ വർഷങ്ങളായുള്ള ഒരു ജനതയുടെ പ്രാർത്ഥനയാണ് ഔസേപ്പ് പിതാവും മാതാവും യേശുവിലൂടെ ദൈവഹിതം നിറവേറാൻ വേണ്ടി സഹകരിക്കുമ്പോൾ യാഥാർത്ഥ്യമാകും. അപ്പം നമ്മളെക്കുറിച്ച് അനേകരുടെ പ്രാർത്ഥനകളുണ്ട്. നമ്മെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളില്ലേ? നമ്മുടെ മാതാപിതാക്കളും പൂർവികരും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? എത്രയോ പേര് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നും എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന ഫലമണിയണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ നിങ്ങൾ അന്യോന്യം സഹകരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ദൈവ മക്കൾക്കടുത്ത പ്രവർത്തികളിൽ വ്യാപരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ഞാനോ നിങ്ങളോ ദൈവമക്കൾക്കടുത്ത പ്രവർത്തികളിൽ വ്യാപരിക്കാതെ വരുമ്പോൾ
നാം ദൈവഹിതത്തിന് മറുതലിച്ചു പോവുകയാണ്. ഉദാഹരണം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹം അതാ, നമ്മുടെ അവരെക്കുറിച്ചുള്ള പദ്ധതി അതാ. പക്ഷേ സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന അവൻ അല്ലെ അവള് പഠിക്കാതെ വേറെ വഴിക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം അവര് വഴിമാറി പോകുമ്പോൾ അവരിലൂടെ യാഥാർത്ഥ്യമാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പദ്ധതി നടപ്പിലാകാതെ പോകും. അപ്പൊ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ഷേമം ഉറപ്പാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നാം തമ്പുരാനോട് ചേർന്ന് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് ദമ്പതികളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇരുവരുടെയും ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ അന്യോന്യം സഹായിക്കുക, സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലെ ദൈവഹിതം നടപ്പിലാകാൻ ഞാൻ തടസ്സമായി തീരാൻ പാടില്ല. ഇത്തരത്തിൽ ഞാൻ സന്ദർഭവശാൽ ഓർക്കുന്നത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചില കുടുംബങ്ങളിലെ ചില ആളുകളുടെ തിന്മ പ്രവർത്തികളാണ്. ആ തിന്മ പ്രവർത്തികൾ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലെ ദൈവഹിതം യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമാകുന്നു. എനിക്കറിയാവുന്ന ഒരു കുടുംബനാഥനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ആളാണ്. അദ്ദേഹം ഇന്ന് വലിയ മാറ്റത്തിലേക്കൊക്കെ വന്നു. വചന പ്രഘോഷണ രംഗത്തൊക്കെയാണ്. ഏറെ നാളുകൾ ഇയാൾ മദ്യാസക്തനായിരുന്നു. കുറേ ചികിത്സയ്ക്കുമൊക്കെ അദ്ദേഹം പോയിരുന്നു. പിന്നെ ധ്യാനത്തിലൊക്കെ സംബന്ധിച്ചു. എന്നാലും ഈ തിന്മയുടെ വഴിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ അത്ഭുതകരമായ ഒരു മാറ്റം ഒരു പ്രധാനപ്പെട്ട ധ്യാനത്തിൽ അദ്ദേഹം സംബന്ധിച്ചതോടുകൂടി ഉണ്ടായി. ഈ കുടുംബനാഥ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. സ്വസ്ഥതയില്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കും? എനിക്കൊരു ധ്യാനത്തിനൊക്കെ കൂടണമെന്ന് അങ്ങ് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛാ, പക്ഷേ ധ്യാനത്തിന് കൂടാൻ പറ്റുകയില്ല. എൻ്റെ മക്കളെയൊക്കെ നന്നായിട്ട് നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുകയില്ല, സ്വസ്ഥത തരികയില്ല. ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് ഈ മദ്യപിച്ച ശേഷം രാത്രിയിലൊക്കെ വല്ലാത്ത ബഹളമാണ് വീട്ടിൽ. അപ്പോൾ നോക്കിക്കേ, ഈ വ്യക്തിയുടെ ഒരു തഴക്കദോഷം, ഒരു തിന്മ ഈ കുടുംബനാഥയ്ക്ക് ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായി തീരുകയാണ്. ഈ ജീവിത പങ്കാളി മാത്രമല്ല, ചില കുടുംബങ്ങളിലെ ചില മക്കൾ പോലും ഇത്തരത്തിൽ പരിഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പപ്പായും മമ്മിയും തമ്മിലുള്ള വഴക്ക് മൂലം എനിക്ക് അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പോകാൻ തോന്നുന്നില്ല, പള്ളിയിൽ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ചില തഴക്കദോഷങ്ങൾ, ചില ദൂഷ്യങ്ങൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ദൈവഹിതം തടസ്സപ്പെടുന്നതിന് കാരണമായി തീരും. ഞാനീ പറഞ്ഞ കുടുംബനാഥൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു ധ്യാനത്തിൽ കൂടിയതോടുകൂടി വലിയ മാറ്റത്തിൽ വന്നു. ഇപ്പോൾ വചനപ്രഘോഷണ രംഗത്തുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയായിരുന്നു, ഞാൻ ഈ തിന്മയുടെ വഴിയിലായിരുന്നപ്പോൾ പലപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിലെ ദൈവഹിതം തിരിച്ചറിയാനോ ആ ഹിതം അവർക്ക് നിറവേറ്റാനോ ഒക്കെ സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ
കുടുംബജീവിതം നമ്മൾ നയിക്കുമ്പോൾ അന്യോന്യം നാം നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം സഹായിക്കുക. ഇപ്പം ചില ആളുകൾ തടസ്സം നിൽക്കുന്നു, ചില ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ചില കുടുംബനാഥകളുണ്ട്, ഈ കുടുംബനാഥനെ നിർബന്ധിച്ച് ധ്യാനത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നിർബന്ധിച്ച് ഉപവസിക്കാനായിട്ട് പ്രേരിപ്പിക്കും, നിർബന്ധിച്ച് നോമ്പ് നോക്കാനായിട്ട് പ്രേരിപ്പിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളാണോ? നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവഹിതമനുസരിച്ച് നല്ല കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഈ കുടുംബനാഥന് ഈ ഷുഗറിൻ്റെ പ്രശ്നം കാണുമായിരിക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ പ്രഷർ കാണും. ഈ കുടുംബനാഥ പറയും, നിങ്ങൾ ഈ ഭക്ഷണമൊന്നും കഴിക്കണ്ട, മധുരം ഒട്ടും കഴിക്കണ്ട, അല്ലെങ്കിൽ ചോറ് ഇച്ചിരി കഴിച്ചാൽ മതി, വറുത്ത സാധനമൊന്നും നിങ്ങൾ കഴിക്കണ്ട. ഇങ്ങനെയൊക്കെ ഈ ലൗകികമായ കാര്യത്തിൽ കുടുംബനാഥ നിർബന്ധിക്കും. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ എന്തുമാത്രം നിർബന്ധിക്കും? കുടുംബനാഥൻ്റെ ലൗകിക കാര്യങ്ങളിൽ നിർബന്ധിക്കും, ഭക്ഷണ കാര്യങ്ങളിൽ നിർബന്ധിക്കും, ആരോഗ്യ കാര്യത്തിൽ ഇന്നത് പാടില്ല ഇന്നത് പാടുണ്ട് എന്ന് പറയും. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ ഇയാളുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ, നിർബന്ധം ചെലുത്താൻ സാധിക്കുന്നുണ്ടോ? ചില ആളുകളോട് പറയുമ്പോൾ ചില കുടുംബനാഥകൾ പ്രത്യേകിച്ച് പറയും, അച്ഛാ എന്നാ നിർബന്ധിച്ചാലും പുള്ളി പോകുകയില്ല, അങ്ങേര് വരികയില്ല. പക്ഷെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തിൻ്റെ ഒരു നിർബന്ധമുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു സമ്മർദ്ദമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ആളുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല, വിധേയപ്പെടുകയില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞതല്ലേ ഞാൻ പോയേക്കാമെന്ന് പറയും. സ്നേഹത്തിൻ്റെ സമ്മർദ്ദം പ്രധാനപ്പെട്ടതാ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാ. സ്നേഹത്തിൻ്റെ സമ്മർദ്ദം അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നമ്മൾ ആത്മീയ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു സമ്മർദ്ദം, സ്നേഹത്തിൻ്റെ ഒരു നിർബന്ധം നമ്മുടെ ജീവിത പങ്കാളിയുടെ മേൽ, മക്കളുടെ മേൽ ചെലുത്തിയാൽ തീർച്ചയായും അവരുടെ ജീവിതത്തിലെ ദൈവനിശ്ചയം നടപ്പിലാകുന്നതിന് വേണ്ടി അവരെ വഴി നടത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ വേണ്ടി ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ല. ഒപ്പം അത് നിറവേറാൻ വേണ്ടി ഞാൻ പരമാവധി എൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാനായിട്ടിടയാവണം. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 17-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, അത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ വചനഭാഗം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ചില വചനങ്ങൾ ഞാൻ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 6 തുടങ്ങിയ വചനങ്ങൾ വായിക്കാം. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവരത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. വീണ്ടും 20-ാമത്തെ വചനം, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം ഇതാ, ഈശോ ദൈവമായിരുന്നല്ലോ, പിന്നെ ഈശോ എന്നാത്തിനാ പിതാവിനോട്
തൻ്റെ ശിഷ്യർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറയാം, അത് നമുക്ക് മാതൃക നൽകാൻ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കണം, അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. എൻ്റെ മക്കളുടെ ജീവിതത്തിലെ ദൈവനിശ്ചയം നിറവേറപ്പെടാൻ പരമാവധി ഞാൻ പരിശ്രമിക്കണം, അതിന് ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇടപെടൽ മാത്രം പോരാ, തമ്പുരാൻ്റെ ഇടപെടലുണ്ടാവണം. ഈ ഒരു മാതൃക നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ ചില നവീകരണത്തിൽ വന്ന ആളുകളെ ചുരുക്കമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ ശക്തി കൊണ്ട്, അല്ലെ തൻ്റെ ആധ്യാത്മികമായ കഴിവ് കൊണ്ട് ഇപ്പം ഇതങ്ങ് സംഭവിക്കുമെന്ന് വരുത്തി തീർക്കുന്ന ആളുകൾ. നമ്മൾ യൂട്യൂബിലൊക്കെ അങ്ങനെ ചിലരെ ആളുകളെ കാണുന്നുണ്ട്. അവരെ അങ്ങേയറ്റം അക്രൈസ്തവരുൾപ്പെടെ വിമർശിക്കാറുമുണ്ട്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറാൻ വേണ്ടി പരമാവധി ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നിരന്തരമായി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാ കർത്താവ് പറയുക, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഈ ജീവിത പങ്കാളിയെ എങ്ങനെയും എല്ലാ വിധത്തിലും നന്നാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. അങ്ങേരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആധ്യാത്മികമായി വളർത്താനും ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യം യാഥാർത്ഥ്യമാകാൻ നിങ്ങൾ എത്രമാത്രം ആ ആളിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരു മാസം മുമ്പ് പഴവങ്ങാടി പള്ളിയിലായിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയൊരു പള്ളിയിലാണ്. ഞാൻ പഴവങ്ങാടി പള്ളിയിലുണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും തുടരുന്ന ഒരു രീതിയുണ്ട്. രാവിലെ നടക്കുമ്പോൾ ജപമാല ചൊല്ലിയാണ് നടക്കാറ്. ആലപ്പുഴയിലായിരുന്നപ്പോൾ വഴിയിലേക്ക് ഇറങ്ങി നടക്കും, അവിടെ ആകുമ്പോൾ ആ പരിസരത്ത് തന്നെ നടക്കും. അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഞാൻ വഴി ദൈവഹിതം യാഥാർത്ഥ്യമാകേണ്ടുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നാമത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അത് ആദ്യ രഹസ്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ഇടവകയിലെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ ശക്തിയിൽ എന്തൊക്കെ പറഞ്ഞു, പ്രസംഗിച്ചു, നിർദ്ദേശം നൽകി, കൂട്ടായ്മ നടത്തി, അതും ഇതുമൊക്കെ ചെയ്തു. അപ്പം ഇതുകൊണ്ടൊക്കെ ഏതാണ്ട് നന്നാവും എന്നുള്ള വിചാരത്തിൽ ഞാൻ പോയാൽ അബദ്ധമാണെന്നാണ് കർത്താവ് പറയുന്നത്. തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, തൻ്റെ ശിഷ്യർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ്. അവരുടെ വചനം എന്ന് പറഞ്ഞാൽ ആരുടെയാ? ഈ അപ്പസ്തോലന്മാർ വഴി കൈമാറപ്പെടുന്ന വചനമാണ്, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അവർ വഴി ഇനിയും വിശ്വസിക്കാനിരിക്കുന്ന സഭകൾക്കെല്ലാം വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുക എന്നാ. അപ്പം നമ്മുടെ പ്രവൃത്തി നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബത്തെ ദൈവഹിതത്തിൻ്റെ വഴിയെ നടത്താൻ പ്രധാനപ്പെട്ടതാ. പക്ഷേ ശക്തമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാ. ഈ നവീകരണത്തിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുള്ളപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അച്ഛാ, നമ്മുടെ സഭയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴി ഇതുവരെ നാം തേടിയിട്ടില്ല. വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. ലത്തീൻ സഭയിലും മലങ്കര സഭയിലും ഒന്നും ഇന്ന് പ്രത്യക്ഷമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പക്ഷേ സീറോ മലബാർ സഭയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പ്രത്യക്ഷമായിട്ട് കാണുന്നു. ഒരു വിഭാഗത്തിലെ ആളുകളുടെ പ്രശ്നമായിരിക്കാം. അപ്പോൾ ഈ നവീകരണത്തിൽ വന്നിട്ടുള്ള ആളുകൾ പറയുന്നത്, നമ്മൾ സഹായം തേടേണ്ട ആളിനോട് ഇപ്പോഴും സഹായം തേടുന്നുണ്ടോ? ചർച്ച പല വഴി നടത്തുന്നുണ്ട്. ആരൊക്കെയായിട്ടാണ് ചർച്ച നടക്കുന്നത്?
മേൽത്തട്ടിൽ ചർച്ച, കീഴ്ത്തട്ടിൽ ചർച്ച, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരാതി പറയുന്നവരൊക്കെ ആയിട്ട് ചർച്ച. പക്ഷെ ഒരാളുമായിട്ട് മാത്രം ചർച്ച നടത്താൻ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിരമ്പുഴയിൽ 5 വർഷം ശുശ്രൂഷ ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, വടക്കൻ ഭാഗത്തുള്ള പള്ളിയാണ്. ഇത്തിരി വീടുകൾ കൂടുതലുള്ള പള്ളിയാണ്. 3000-ഓളം കുടുംബങ്ങളുള്ള ഒരു പള്ളിയാണ്. ആത്മീയ ശുശ്രൂഷയോടൊപ്പം ഞാൻ ലൗകികമായ കാര്യങ്ങളിലും അന്ന് ശ്രദ്ധിച്ചിരുന്നു. അത്തരത്തിൽ ഭാരിച്ച് ചെലവ് വരുന്ന ഒരു പള്ളി ആയതുകൊണ്ട്, കാരണം ഏതാണ്ട് 6ഓളം സ്കൂളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെലവുകൾ വരുന്നത് കൊണ്ട് ചെലവ് കണ്ടെത്താൻ പറ്റുന്നില്ല, അതിന് തുക കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥനാപൂർവ്വം അവരോട് പറഞ്ഞു, നമുക്ക് 27 ഏക്കർ കിടക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് നിങ്ങൾ പെരുന്നാളിന് വെടികെട്ടിന് ഉപയോഗിക്കുന്ന ആ സ്ഥലത്ത് നമുക്കൊരു വലിയ ഹോളുണ്ടാക്കാം. ഈ പള്ളി വളരെ പ്രസിദ്ധമായതുകൊണ്ട് ഒത്തിരി ആളുകൾ ആ ഹോൾ ഉപയോഗിക്കാൻ വരും. അപ്പോൾ അങ്ങനെ നിശ്ചയമൊക്കെ എടുത്തു. പരിപാടി പെട്ടെന്ന് തുടങ്ങി. ചെറിയൊരു കാലഘട്ടമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റത്തിന് ഏതാണ്ട് 9 മാസം മുമ്പാണ് ഈ ഒരു പ്രോജക്റ്റ് ഇടുന്നത്. വലിയ പ്രോജക്റ്റാണ്. അപ്പം ഞാൻ അന്ന് ചെയ്തൊരു കാര്യമുണ്ട്. അത് ആ പണിക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു ദിവസം ഒരു 3 നേരമെങ്കിലും ആ സ്ഥലത്ത് പോയി ജപമാല കയ്യിലെടുത്ത് ജപമാല ചൊല്ലും. രാവിലെ എൻ്റെ കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ, പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലും. അന്നേരം പണിക്കാരൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ സൂപ്പർവൈസറും പണിക്കാരും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ജപമാല കയ്യിലെടുത്ത് ഈ കെട്ടിടം നിർമ്മിക്കേണ്ടതിന് ചുറ്റും നടന്ന് ചൊല്ലാറുണ്ട്. ഉച്ചയ്ക്കും ഭക്ഷണം കഴിഞ്ഞ് ആ വെയിലുള്ള സമയത്ത് തന്നെ ഞാൻ വീണ്ടും അതുവഴി വരും. വൈകുന്നേരം ഒന്നുകൂടെ വരും. അപ്പോൾ ഈ നിർമ്മാണത്തിൻ്റെ സൂപ്പർവൈസർ ഇപ്പോഴും എന്നെ കാണുമ്പം പറയും, അച്ഛൻ കൊന്ത ചൊല്ലി നിർമ്മിച്ചതായി കെട്ടിടമെന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പരിശ്രമമല്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പള്ളിക്ക് വേണ്ടി യോഗത്തിൻ്റെ നിശ്ചയം അനുസരിച്ച് തീരുമാനിച്ചപ്പോൾ അത് ആ പള്ളിയുടെ ഗുണത്തിന് കാരണമാകാൻ വേണ്ടി ഞാൻ ലൗകികമായി മാത്രം എന്തെങ്കിലും ചെയ്താൽ പോരാ, ഞാൻ ആത്മീയമായി ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് ചെയ്തതുപോലെ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി യാചിക്കണം. ഇത് ആ ഇടവകയെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവനിശ്ചയമാണെങ്കിൽ തീർച്ചയായും ഞാൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അത് തീരുവോളം ഞാൻ പ്രാർത്ഥിച്ചു. 9 മാസമാണ് ഉദ്ദേശിച്ചത്. 8 മാസമായപ്പോൾ പണികൾ പൂർത്തിയായി. നന്നായി, ഇപ്പോൾ അത് നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നു. നല്ല വരുമാനത്തിനും ഒക്കെ കാരണമായി തീരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് നിശ്ചയദാർഢ്യത്തോടെയുള്ള, നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രാർത്ഥന. നിങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഫലമണി. നിങ്ങൾ പലതും പറഞ്ഞവരെ പഠിപ്പിക്കുന്നുണ്ട്, പല നിർദ്ദേശങ്ങളും അവർക്ക് നൽകുന്നുണ്ട്, അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് ഫലവത്താകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതാ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 തുടങ്ങിയ വചനങ്ങളിലൂടെ എല്ലാം കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഇതര അംഗങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറാൻ തടസ്സം നിൽക്കരുത്. അത് നിറവേറാൻ നിങ്ങൾ പരമാവധി പ്രയത്നിക്കണം. പക്ഷെ അതിനപ്പുറത്ത് എൻ്റെ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൗകിക ചിന്ത തന്നെയാണ്. ഈയിടെ ഞാൻ എൻ്റെ പുതിയ പള്ളിയിൽ കുമ്പസാരിപ്പിച്ചപ്പോഴും ഒരു യുവാവ് പറയുക വന്ന്, ഞാൻ എല്ലാ ദിവസവും കൊന്ത ചെല്ലുമായിരുന്നു വെച്ചാൽ, ഞാനിവിടെ ഉള്ളപ്പോഴൊക്കെ പള്ളി കുർബാനയ്ക്ക് വരുമായിരുന്നു,
എല്ലാ വർഷവും ഞാൻ ധ്യാനത്തിന് പോകുമായിരുന്നു. പക്ഷേ ഞാൻ ഈയിടയ്ക്ക് പ്രാർത്ഥിച്ച കാര്യമൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുർബാന നിർത്തി. ഞാൻ കൊന്തയൊന്നും ഇപ്പോൾ ചെല്ലുന്നില്ല. ഞാൻ കുർബാനയ്ക്ക് ഞായറാഴ്ച മാത്രമേ വരത്തുള്ളൂ. നമുക്കും ഈ വിധത്തിൽ ചിന്തിക്കാനിടയുണ്ട്. എപ്പോഴാ നമ്മുടെ പ്രാർത്ഥന തളർന്നു പോകുന്നത്? കുറേ നാളായിട്ട് ഞാനൊരു കാര്യം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല, അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോയി. ഞാനതാ പറഞ്ഞത്, ഈ പ്രാർത്ഥനയുടെ തലത്തിലെ ഒരു ലൗകിക വിചാരം എന്താ? ഞാൻ ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് തന്നോണം, ഇതെനിക്ക് വേണ്ടതാണെന്ന് എനിക്കറിയാം. നിനക്കറിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിപ്പോൾ ഇത് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നീ തന്നോണം. പക്ഷേ ഇത് നിന്റെ ജീവിതത്തിലെ ദൈവഹിതമാണോ അല്ലയോ എന്ന് നിനക്കറിയാവോ? ഒരിക്കലും അറിയത്തില്ല. ഞാൻ ആ കുമ്പസാരിക്കാൻ വന്ന് ആ യുവാവിനോട് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു, മോനെ, പണ്ട് അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്കറിയാം, ഈ തീക്കനര് നന്നായി ഇങ്ങനെ പഴുത്ത് ആളിക്കത്തും, കാണാൻ വളരെ മനോഹരമാണ്. ഈ അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനര് കാണുമ്പോൾ അത്ര പരിചയമില്ലാത്ത, അത്ര ജീവിത അനുഭവമില്ലാത്ത കുഞ്ഞ് അമ്മയോട് പറയും, അമ്മേ, എനിക്കതൊരെണ്ണം എടുത്തു തരണം. അമ്മ ഈ തീക്കനര് കുഞ്ഞിൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കുമോ? ഇല്ല. കുഞ്ഞെന്നാ വിചാരിക്കുന്നത്? എനിക്ക് അതൊരെണ്ണം അമ്മ എടുത്തു തരാത്തത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈ തീക്കനര് കൈ കിട്ടിയ കുഞ്ഞിൻ്റെ കൈ പൊള്ളുവന്ന് കുഞ്ഞിനറിയില്ല, അമ്മയ്ക്കറിയാം. അപ്പം ഇപ്പം നിന്റെ കയ്യിൽ ഞാൻ ഇതെടുത്തു തന്ന നിനക്കത് ഗുണമാകില്ല, ദോഷമേ ആകൂ എന്ന് അമ്മയ്ക്കറിയാവുന്നതുകൊണ്ട് അമ്മ എത്ര കുഞ്ഞ് നിർബന്ധിച്ചാലും കൊടുക്കുകയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് അലംഭാവം ഉണ്ടാകുന്നത് നമ്മൾ സമയബന്ധിതമായിട്ട് ചോദിച്ചത് കർത്താവ് തരാഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്നും നവീകരണത്തിൽ നിന്നും പുറകോട്ട് പോയ എത്രയോ ആളുകളുണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് തന്നില്ല. അത് നിന്റെ ഗുണത്തിനാകുമോ? അത് നിന്റെ ഗുണത്തിനാകുമോ എന്ന് നീ എങ്ങനെ മനസ്സിലായി? നിന്റെ മകൻ്റെ നന്മയ്ക്കാകുമോ എന്ന് എങ്ങനെ മനസ്സിലാക്കി? ഞാനിപ്പോൾ ഇതിനോട് പറഞ്ഞ അതാ, അവന് ജോലിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഞാനിതെല്ലാം ചെയ്തതല്ലേ, പലർക്കും ജോലി കിട്ടി. ഞാൻ ഇന്ന ജോലി ആഗ്രഹിച്ചു, അവന് ഷിപ്പിൽ ജോലി കിട്ടാനാണ്. ഞാനത് ആഗ്രഹിച്ചു, അതിൻ്റെ വക്കത്ത് വരെ എത്തിയത് എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, മോനെ, ഇതിനപ്പുറത്ത് എന്തോ നിനക്ക് വേണ്ടി കർത്താവ് കാത്തു വെച്ചിട്ടുണ്ട്. ആ ഷിപ്പിൽ ജോലിക്ക് പോയാൽ നിനക്ക് ചിലപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നീ വഴി മറ്റാർക്കോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനപ്പുറത്ത് എന്തോ നിനക്ക് വേണ്ടി നിന്റെ ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. ഈശോ അതാണല്ലോ പറയുന്നത് നമ്മളോട്, ഇല്ലേ? ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ ഉപമകളാണ് പറയുന്നത്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി എത്രയോ ഉപമകളാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് വായിക്കുന്നത് നല്ലതാണ്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറാൻ വേണ്ടി നാം ആഗ്രഹിക്കണം. അതിന് തടസ്സം നിൽക്കരുത്. ആ ദൈവഹിതം നിറവേറാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഒപ്പം നമ്മെ ഈ കുടുംബത്തിൽ നിയമിച്ചാക്കുന്ന ദൈവത്തിൻ്റെ ആ ഇടപെടൽ നിരന്തരമായി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ വാർഷിക ധ്യാനത്തിന് പോയി. വലിയ ബഹളമില്ലാതെ സ്വസ്ഥമായി ധ്യാനിക്കാൻ പറ്റിയൊരു സമയം. പഴവങ്ങാടി പള്ളിയിൽ നിന്നൊക്കെ മാറിയതുകൊണ്ട് അങ്ങനെ
പ്രവർത്തനങ്ങളുടെ ഒരു ബാഹുല്യമൊന്നും മനസ്സിലില്ല. മനസ്സ് ചെറിയ കാര്യങ്ങളിലേ ഇപ്പോൾ ഏർപ്പെടുന്നുള്ളൂ. അപ്പോൾ എന്നാൽ ഈ വാർഷിക ധ്യാനത്തിൽ നന്നായി ധ്യാനിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നുള്ള ചിന്തയൊന്നുമില്ല, പല വിചാരങ്ങൾക്ക് കാരണങ്ങളൊന്നുമില്ല. എന്നാൽ ധ്യാനിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഒരു പകുതി ഉപവാസമായേക്കാം എന്ന് പറഞ്ഞാൽ 6 ദിവസമാണ് ധ്യാനം. ഞങ്ങളെ ഒരു മെത്രാനാണ് ധ്യാനിപ്പിച്ചത്. കണ്ണൂർ രൂപതയുടെ പിതാവ് അലക്സ് പിതാവാണ് ധ്യാനിപ്പിച്ചത്. ഞങ്ങളായിട്ട് 90 അച്ഛന്മാരുണ്ടായിരുന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ തന്നെ ആ 6 ദിവസവും താമസിച്ച് അങ്ങനെ ധ്യാനിക്കുക. അപ്പം ഞാൻ പകുതി ഉപവസിച്ചേക്കാമെന്ന് വിചാരിച്ചത്, അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അച്ഛന്മാർക്ക് വേണ്ടിയിട്ട്, ധ്യാനിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടി നല്ല ഭക്ഷണം തയ്യാറാക്കുന്നു. ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ആ ഇറച്ചിയും മീനൊന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല. എൻ്റെ മുറിയിൽ അത്യാവശ്യം ചെറിയ സാധനങ്ങൾ മാത്രം വെച്ചു. ഒരു മുറിയിൽ, അത് ഇരിക്കാനും കിടക്കാനും മാത്രമുള്ള മുറിയാണ്, ധ്യാനത്തിന് ചെല്ലുമ്പോൾ കിട്ടുന്നതല്ലേ. അത്യാവശ്യം വെള്ളമൊക്കെ തിളപ്പിക്കാം. അപ്പോൾ അതിന് മാത്രമുള്ള മുറിയാണ്. അപ്പോൾ ഞാൻ ഈ 6 ദിവസവും ഏതാണ്ട് ഭാഗികമായ ഉപവാസത്തിലായിരുന്നു. പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കട്ടൻ കാപ്പി മാത്രമായിരിക്കാം, ചിലപ്പോൾ സൂപ്പിൻ്റെ പൊടിയുണ്ട്, ചെറിയൊരു സൂപ്പ് മാത്രമായിരിക്കും, ഒരു സ്നാക്ക് മാത്രം. അപ്പോൾ അങ്ങനെ ഈ ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ ഒഴിവാക്കി മറ്റ് ചോറും കറികളൊന്നുമില്ല, ഇങ്ങനെയുള്ള സാധനം മാത്രം അത്യാവശ്യം ഉപയോഗിച്ച്, ചിലപ്പം ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിക്കും. അങ്ങനെ 6 ദിവസം പോയി. എനിക്ക് അത്ഭുതകരമായ ഒരു 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 നവീകരണമാണ് വ്യക്തി ജീവിതത്തിൽ. ചില ബോധ്യങ്ങളിലേക്കൊക്കെ, ഉറച്ച നിലപാടുകളിലേക്കൊക്കെ വരാൻ പറ്റി. ഉള്ളിലുള്ള ചില ആശങ്കകളൊക്കെ അകറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ നോമ്പ് എനിക്കെടുക്കാൻ പറ്റി, ഉപവസിക്കാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ധ്യാനത്തിൻ്റെ ഈ 6 ദിവസവും എനിക്ക് നോമ്പ് നോക്കാൻ പറ്റി. കാരണം ഞാൻ 6 ദിവസവും ഇറച്ചിയും മീനും മുട്ടയും പാലും ഒന്നും ഉപയോഗിച്ചില്ല. ഉപവസിക്കാൻ എനിക്ക് പറ്റി. ഈ പ്രധാന ആഹാരങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കി, ഈ സ്നാക്കും മറ്റ് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ നോമ്പ് നോക്കി, ഒപ്പം ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ദൈവനിശ്ചയം നടപ്പിലാകാൻ വേണ്ടി, നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താകാൻ വേണ്ടി, ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ജീവിതത്തിൽ ദൈവഹിതം നടപ്പിലാകാൻ വേണ്ടി ഈ പ്രാർത്ഥനയുടെ 3 തലം കൂടെ നമ്മുടെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ ശക്തി കൂടുക. ഞാൻ അതിനുവേണ്ടിയാണ് എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞത്. ഇത് 3 കൂടെ കൊണ്ടുവന്നാൽ ശക്തി കൂടുക. എന്താ? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ആ ദിവസങ്ങളിൽ നോമ്പ് ആചരിക്കുന്നു, ആ ദിവസങ്ങളിൽ പറ്റുന്നിടത്തോളം ഉപവസിക്കുന്നു. നമുക്കറിയാം, കർത്താവ് 40 ദിനരാത്രങ്ങളാണ് ഉപവസിച്ചത്. ഞാൻ വിചാരിച്ചു ഈ പകുതി ഉപവാസത്തിൽ 6 ദിവസം എൻ്റെ പൊന്നു തമ്പുരാന് എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ഈ 6 ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആഹാരം കഴിക്കാൻ എന്തൊരു ആവേശമായിരുന്നു. അപ്പോൾ എൻ്റെ ദൈവം യേശു ഈ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചെന്നാ. കർത്താവിന് മുറിയില്ലായിരുന്നു, വെള്ളം ചൂടാക്കാനായിട്ട് കെറ്റിലൊന്നും ഇല്ലായിരുന്നു, സൂപ്പ് ഉണ്ടാക്കാനുള്ള പൊടിയൊന്നും ഇല്ലായിരുന്നു, കർത്താവിൻ്റെ കയ്യിൽ ഈ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. 40 ദിനരാത്രങ്ങൾ കർത്താവ് ഉപവസിച്ചെന്ന്. അങ്ങനെ ഉപവസിച്ച് കഴിയുമ്പോൾ നോക്കിക്കേ, എന്തൊരു ബലമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാനായിരിക്കാം, പങ്കാളിയിലൂടെ ദൈവം പ്രവർത്തിക്കാനാവാം, മക്കളിലൂടെ ദൈവം പ്രവർത്തിക്കാനാകാം, നമ്മുടെ നിയോഗങ്ങൾ യാഥാർത്ഥ്യമാകാനാകാം. അത് യാഥാർത്ഥ്യമാകാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നോമ്പും ഉപവാസം കൂടെ വരണം. പക്ഷെ അത് വലിയൊരു ത്യാഗം ആവശ്യപ്പെടുന്നു. ഈ 6 ദിവസമോ 7 ദിവസമോ 40 ദിവസമോ ഒന്നും വേണ്ട. ഈ കുടുംബനാഥനും നാഥയും കൂടെ ഒന്ന് നിശ്ചയിക്കുക, നമ്മുടെ ഈ മോൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറാൻ വേണ്ടി നമുക്ക് നാളെ ഒന്ന് ഉപവസിച്ചാലോ.
അത്യാവശ്യം വെള്ളം, ചെറിയ എന്തെങ്കിലും സാധനം മാത്രം ഉപയോഗിച്ചിട്ട് കൂടുതൽ സമയം അന്ന് വചനം വായിക്കാനും കൊന്ത ചെല്ലാനും കരുണക്കൊന്ത ചെല്ലാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും ഒന്ന് എടുത്താലോ? അതൊരു നല്ല തുടക്കമായിരിക്കും. ഞാൻ മുമ്പേ ആ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കരുത്, ഒരു ദിവസം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ കാര്യം നടന്നോളും. അങ്ങനെ ചിന്തിക്കരുത്. അത് നമ്മൾ താക്കോല് പതുക്കെ ഇടുക, താക്കോല് പതുക്കെ ഇടുന്നു, പിന്നെ അത് തുറക്കണം കർത്താവ്. അതുകൊണ്ട് അതൊരു തുടക്കമായിരിക്കും. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കൂടെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ ബലം കൂടുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും കുടുംബത്തിന് വേണ്ടി പൊതുനിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇത് മൂന്നും കൂടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ തീർച്ചയായും നമുക്ക് ബലം കൂടും. അപ്പം ഈശോ നല്ല ഒരു കുടുംബാംഗമായി തൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോയെന്നാണ്. അവിടുന്ന് പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴിയിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും ദൈവഹിതം അവരുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പരമാവധി ശ്രദ്ധിക്കാം. അവർക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാം. ഒപ്പം നിശ്ചയദാർഢ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ കുത്തിയിരിക്കാം. ദൈവസന്നിധിയിൽ കുത്തിയിരിക്കാം. ഞങ്ങൾ ധ്യാനിക്കുമ്പോഴൊക്കെ ധ്യാനഗുരുക്കന്മാർ പറയുന്ന കാര്യം അതാ, തമ്പുരാൻ്റെ മുമ്പിൽ കുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരിക്കണമെന്നല്ല. കുത്തിയിരിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണല്ലോ. അങ്ങനെ ഇരിക്കുക. നിന്റെ ഇടപെടൽ ഉണ്ടായിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യം. നീ ഇടപെട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ, ആ ഒരു നിശ്ചയദാർഢ്യം. അങ്ങനെയുള്ള നിർബന്ധം കർത്താവിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. സുവിശേഷത്തിൽ അങ്ങനെ ഉപമ പറയുന്നുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. ഈ നിർബന്ധം, സമ്മർദ്ദം കർത്താവ് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബത്തെ കൂടുതൽ ദൈവഹിതത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം അത്ഭുതകരമായി നമ്മുടെ കുടുംബത്തിൽ ഇടപെടാനുള്ള വഴി. അത്ഭുതകരമായി ഇടപെടാനുള്ള വഴി. നിങ്ങളാരും വിചാരിച്ചേക്കരുത് കർത്താവ് മനുഷ്യനായി അവതരിച്ചതും കുരിശിൽ മരിച്ചതും ഉത്ഥാനം ചെയ്ത് നിത്യം ജീവിക്കുന്നതും നമുക്ക് ആത്മീയ രക്ഷ തരാൻ വേണ്ടി മാത്രമാണെന്ന്. അങ്ങനല്ല. നമുക്ക് ഈ ലോകത്തിൽ സൗഭാഗ്യങ്ങൾ, ലൗകികമായ സൗഭാഗ്യങ്ങളും തരാൻ വേണ്ടി കൂടിയ കർത്താവ് മരിച്ചതും ജീവിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് മരണശേഷം നമുക്ക് സ്വർഗം തരാൻ വേണ്ടി മാത്രമല്ല, മരണത്തിന് മുൻപ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ദൈവമക്കൾക്കടുത്ത നല്ല ജീവിതം നയിക്കാൻ, സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കാൻ ഇവിടെയും സൗഭാഗ്യം തരും. അതുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള സൗഭാഗ്യം, വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യരക്ഷ, ഇത് രണ്ടും കിട്ടും. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എന്നാ കിട്ടാനാ, വരാനിരിക്കുന്ന ലോകത്ത് കിട്ടിയാൽ മതി. അതല്ല, ഇവിടെ ഉണ്ടെന്നേ. നിങ്ങൾ ഇവിടെ ദൈവമക്കളായിട്ടാണ് ജീവിക്കുന്നെങ്കിൽ അഭിമാനത്തോടെ ദൈവമക്കൾക്കടുത്ത സൗഭാഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. പക്ഷെ ദൈവമക്കളായിട്ട് ജീവിക്കണം. നമ്മുടെ മക്കളും നമ്മളും ദൈവമക്കളായിട്ട് ജീവിക്കണം. ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ ദൈവമക്കൾക്കടുത്ത സൗഭാഗ്യത്തോടെ ഈ ഭൂമി ജീവിക്കാൻ പറ്റും. മക്കളൊക്കെ വിദേശത്ത് പോകുന്നേ, അവർക്കിവിടെ സർക്കാർ ജോലി കിട്ടുമെന്നേ, നമ്മളൊക്കെ ആരോഗ്യത്തിൽ ജീവിക്കുമെന്നേ, നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതിന് കലാശിക്കുമെന്നേ, നമുക്ക് വീട് കിട്ടുമെന്നേ, സ്ഥലം കിട്ടുമെന്നേ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമെന്നേ. ഈ ലൗകിക സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോഴും ദൈവമക്കളാ. നമ്മൾ അലഞ്ഞു തിരിയാൻ തമ്പുരാൻ ആഗ്രഹിക്കുവോ? വേറൊരുത്തിൻ്റെ വീടിൻ്റെ വാതൊക്കെ പോയി തെണ്ടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുവോ? ഇല്ല. അവൻ അപ്പനാണെങ്കിൽ ഈ ഭൂമിയിലും സൗഭാഗ്യം നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നാം മറുതലിച്ചു പോകാതിരുന്നാൽ മതി, മറുതലിച്ചു പോകരുത്. അതുകൊണ്ട്
രണ്ട് ലോകത്തിലും ഇരുലോകങ്ങളിലും അവിടുന്ന് സൗഭാഗ്യം നമുക്ക് നൽകും. അതുകൊണ്ട് നമുക്ക് നിഷ്ഠയോടെ പ്രാർത്ഥിക്കാം. ഇവിടെ വരുമ്പോൾ മാത്രമല്ല, ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ രീതി നമുക്ക് തുടരാൻ പറ്റട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചു വന്നിട്ടുള്ളവരുണ്ട് ഇവിടെ, ഒറ്റയ്ക്ക് വന്നവരും കാണും. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചു വന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴിയിലൂടെ പോയാൽ അത്രയും ബലം വേറെ ഒന്നിനുമില്ല. വചനത്തിൽ നമുക്കറിയാമല്ലോ, കർത്താവ് പറയുന്നുണ്ടല്ലോ, എൻ്റെ നാമത്തിൽ 2 അതിലധികമോ ആളുകൾ എവിടെ സമ്മേളിക്കുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. ഈ 2 തുടങ്ങുന്നത് എവിടാ എൻ്റെ സഹോദരരെ? 2 തുടങ്ങുന്നത് എവിടാ? ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ്. 2 തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 2 അതിലധികം. ഞാൻ പറയും വലിയ ബലമാണ്. പലരുടെയും ഇവിടെ ഇരിക്കുന്ന പല കുടുംബനാഥകളുടെ ഒരു വിഷമം പുള്ളിയെ വിളിച്ചാൽ കിട്ടുകയില്ലെന്നാണ്. എത്ര നിർബന്ധിച്ചാലും വരികയില്ലെന്നാ. ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും കൂടെ ഇരുന്ന് നോമ്പ് നോക്കാനും കൂടെ ഇരുന്ന് ഉപവസിക്കാനും അദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞാൽ ബലമായി. മക്കളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ബലമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ 2 അതിലധികമോ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വചനമാണ്. വിശ്വസിക്കാം. നമ്മൾ പറയുന്ന പോലെ വെറും വാക്കല്ല, പാഴ്വാക്കല്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു. നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാഴ്ചയുണ്ടായി. പറഞ്ഞ വാക്ക് സത്യമാ. അപ്പോ അവിടുന്ന് പറയുന്ന വാക്ക് സത്യമാ. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ജീവിത പങ്കാളികൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. എൻ്റെ നാമത്തിൽ 2 അതിലധികമോ, ഭാര്യയും ഭർത്താവും, അധികം വരുന്നത് മക്കളാ, കൊച്ചുമക്കളാ. 2 അതിലധികമോ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്നാ. ഉണ്ടായേക്കുമെന്നല്ല, ചിലപ്പം കാണുമെന്നല്ല, ഉണ്ട്, ഉറപ്പാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ജീവിത പങ്കാളിയോടൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം മാത്രമേ ഇന്ന് നമ്മൾ ധ്യാനിച്ചുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കുടുംബത്തിലാണ്. അത്തരത്തിൽ നമ്മളിലൂടെ ദൈവം തൻ്റെ കുടുംബത്തിന്, തൻ്റേതായ ഒരു കുടുംബത്തിന് രൂപം കൊടുത്തു. നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ദൈവം എങ്ങനെ നമ്മുടെ കുടുംബത്തെ നയിക്കാൻ സാധ്യതയുണ്ടോ അതുപോലെ നമുക്ക് നയിക്കാൻ സാധിക്കണം. ദൈവമാണ് നയിക്കുന്നതെങ്കിൽ തൻ്റെ ഹിതത്തിനനുസരിച്ചായിരിക്കും ആ കുടുംബത്തെ നയിക്കുന്നത്. ആ ഹിതത്തിനനുസരിച്ച് ദൈവം നയിക്കുന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തെ ദൈവഹിതത്തിനനുസരിച്ച് നയിക്കാൻ പറ്റണം. ദൈവഹിതത്തിന് മറുതലിച്ചു പോകരുത്. അപ്പോൾ പങ്കാളിയുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ, മക്കളുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറപ്പെടാൻ വേണ്ടി നാം യത്നിക്കണം. അതിനുവേണ്ടി നിലകൊള്ളണം. നാം അധ്വാനിച്ചാൽ മാത്രം പോരാ. പിതാവായ ദൈവത്തിൻ്റെ ശക്തി, അവിടുത്തെ ഇടപെടൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വെറും പ്രാർത്ഥനയായി പോകരുത്. നോമ്പിനോടും ഉപവാസത്തോടും ഒപ്പം വല്ലപ്പോഴുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് ശക്തമായ ദൈവിക ഇടപെടലിന് കാരണമായി തീരും എന്ന കാര്യം നമുക്ക് ഓർക്കാം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. 12 മണിയായി. 12 മണി വരെയാണ് എൻ്റെ സമയം. നമുക്കൊന്നിച്ച് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാം. ഒന്നിച്ച് കുർബാനയിലേക്ക് വരുന്നതിന് മുൻപ് ഒന്നിച്ച് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ആരാധന. കർത്താവേ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിത പങ്കാളിയിൽ, മക്കളിൽ നിറവേറപ്പെടാൻ വേണ്ടി കർത്താവേ അവിടുന്ന് വലിയ ഇടപെടൽ നടത്തണമേ. കൃപയായിരിക്കണമേ. കർത്താവേ ഈ മക്കളുടെ പ്രാർത്ഥനകൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. വഴിതെളിക്കണമേ, ഉത്തരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി, ആരാധന. ഹല്ലേലൂയ. ഒന്നിച്ചുറക